പുതുവത്സര ദിനത്തിൽ പ്രാദേശിക സമയം 3:15 ന്യൂ ഓർലിയൻസിലെ ഫ്രഞ്ച് ക്വാർട്ടറിന്റെ ഹൃദയഭാഗത്തുള്ള ബർബോൺ സ്ട്രീറ്റിൽ ഒത്തുകൂടിയ ജനക്കൂട്ടത്തിലേക്ക് പിക്കപ്പ് ട്രക്ക് ഇടിച്ചുകയറ്റി 15 പേരെ കൂട്ടക്കൊല നടത്തിയ സംഭവം തീവ്രവാദി ആക്രമണമെന്ന് തന്നെയാണ് സംശയിക്കുന്നത്. പോലീസ് ഇതുവരെ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം അക്രമി ഓടിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് IS അനുകൂല സംഘടനയുടെ പതാക കണ്ടെടുത്തു. ഇതൊരു തീവ്രവാദി ആക്രമണമെന്ന രീതിയിലേക്ക് സംശയങ്ങൾ നീളുകയാണ്. അക്രമി ഷംസുദ്ദീൻ ജബ്ബാർ എന്ന മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ് ഇതിന് പിന്നിൽ എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ടെക്സസിലെ ഹൂസ്റ്റണിൽ നിന്നുള്ള വ്യക്തിയാണ് ഇയാൾ. ഹൂസ്റ്റണിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റായ ജബ്ബാർ സൈന്യത്തിൽ IT സ്പെഷ്യലിസ്റ്റായാണ് സേവനമനുഷ്ഠിച്ചിരുന്നത്. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഇയാൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോകൾ FBI ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. 2002-ൽ മോഷണത്തിനും 2005-ൽ അസാധുവായ ലൈസൻസുമായി വാഹനമോടിച്ചതിനും ജബ്ബാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. 2022-ൽ രണ്ടാം ഭാര്യയിൽ നിന്നും ജബ്ബാർ വിവാഹമോചനം നേടിയിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളാണ് വിവാഹമോചനത്തിന് വഴിയൊരുക്കിയതെന്നാണ് നിഗമനം. അതേസമയം നിലവിളികളും വെടിയൊച്ചകളും നിറഞ്ഞതായിരുന്നു ആ രാത്രിയെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. യാതൊരു കൂസലുമില്ലാതെ അയാൾ ആൾക്കൂട്ടത്തിലേക്ക് വാഹനം ഇടിച്ചുകയറ്റുകയും പിന്നീട് വെടിയുതിർക്കുകയുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികളിൽ ഒരാൾ പറയുന്നുണ്ട്. നൈറ്റ് ക്ലബിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് 22-കാരി ഡേവീസ് ഈ ദുരന്തത്തെ നേരിടുന്നത്. ആളുകൾ നിലവിളിച്ചു കരഞ്ഞ് ഓടുകയായിരുന്നു, ഡേവീസ് പറഞ്ഞു. അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. ഒരു ശരീരം എൻ്റെ നേർക്ക് പാഞ്ഞു വരുന്നതാണ് കണ്ടത്. ഇതോടൊപ്പം വെടിയൊച്ചയും കേട്ടിരുന്നു. നിരവധി മൃതദേഹങ്ങളും പരിക്കേറ്റവരെയും കണ്ടിരുന്നു, വേറൊരാൾ പറയുന്നു. US-ലെ ന്യൂ ഓർലിയൻസിൽ ജനുവരി 1-ാം തീയതി പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ 15 പേരാണ് മരണപ്പെട്ടത്. ആൾക്കൂട്ടത്തിലേക്ക് അക്രമി ട്രക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു. ശേഷം ഡ്രൈവർ ആൾക്കൂട്ടത്തിലേക്ക് വെടിയുതിർക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ 30ഓളം പേർക്ക് ഇപ്പോൾ പരിക്കേറ്റു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതിൽ പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. പുതുവർഷം ആഘോഷിക്കാനെത്തിയവരെ ഉന്നം വെച്ച് കരുതിക്കൂട്ടി നടത്തിയ തീവ്രവാദി ആക്രമണമാണിതെന്ന് പോലീസ് പറയുന്നുണ്ട്. ബർബൺ സ്ട്രീറ്റിലേക്കുള്ള പ്രവേശനം വിലക്കിയിരിക്കുകയാണ്. അതേസമയം ഈ വ്യക്തിയെക്കുറിച്ച് ഇപ്പോൾ പോലീസ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. കഴിഞ്ഞ മാസമാണ് ഇതുപോലെ ഒരു ആൾക്കൂട്ടത്തിലേക്ക് ട്രക്ക് ഓടിച്ചു കയറി നിരവധി പേരെ കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു ആളും ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതേസമയം ജബ്ബാറിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇത് തീവ്രവാദി ആക്രമണം എന്ന രീതിയിൽ തന്നെയാണ് സംശയങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം അയാളുടെ വാഹനത്തിൽ നിന്ന് IS മുദ്രയുള്ള പതാകകളാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ രീതിയിൽ സംശയിക്കുന്നത്.